പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. പിതാവായ ദൈവത്തെപ്പറ്റി വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 24-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു. ദൈവം ആത്മാവാണ്. പുറപ്പാട് പുസ്തകം 13:27 മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനത്തിന് മുൻപേ പോകുന്ന ദൈവത്തെയും, പുറപ്പാട് 19:17 ഇസ്രായേൽ ജനത്തിന് മുൻപിൽ അഗ്നിയിൽ സീനാമലയിൽ ഇറങ്ങി വരികയും ചെയ്യുന്ന ദൈവത്തെയും, ജോബ് 38 ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകുന്ന ദൈവത്തെയും, എസെക്കിയേൽ 1-ാം അധ്യായത്തിൽ എസെക്കിയേൽ പ്രവാചകൻ കിട്ടുന്ന ദൈവദർശനത്തിൽ ഇന്ദ്രനീലക്കല്ല് പോലുള്ള ഒരു സിംഹാസനത്തിൽ മനുഷ്യൻ്റേത് പോലുള്ള രൂപത്തിൽ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിൻ്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഊട് പോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നാലെന്ന പോലെയും താഴെയുള്ള ഭാഗം അഗ്നി പോലെയും മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെ ചുറ്റും പ്രകാശമുണ്ടായിരുന്നതുമായ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ രൂപം കാണപ്പെടുന്നതിനെ പറ്റിയും ഇവ ദർശിച്ച മാത്രയിൽ കമിഴ്ന്നു വീഴുന്ന എസെക്കിയേൽ പ്രവാചകനെയും ഈ വചനയിൽ കാണാം. വചനം മനസ്സിലാക്കി തരുന്നു, പിതാവായ ദൈവം ആത്മാവായ ദൈവമാണ്. പുത്രനായ ഈശോയെപ്പറ്റി വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു. വചനം മാംസമായി നമ്മുടെ വസിച്ച ഈശോ. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനം, അത്യുന്നതൻ്റെ ശക്തിയാൽ ജനിച്ച പരിശുദ്ധനായ ദൈവപുത്രനായ ഈശോ. ഈ ലോകത്ത് അത്യുന്നതൻ്റെ ശക്തിയാൽ ജനിച്ച ഒരേ ഒരു വ്യക്തി ഈശോയാണ്. ആദലാലാണ് ഈശോയെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. കൊളോസസ് ലേഖനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. 1-ാം അധ്യായം 15-ാം വചനം, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ, അതായത് ആത്മാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അപ്പോൾ പുത്രനായ ഈശോ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനമായിരുന്ന, വചനം മാംസമായി അത്യുന്നതൻ്റെ ശക്തിയാൽ ജനിച്ച അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ഈശോ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നത്, ആദിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. ആ വചനമായിരുന്ന ഈശോയാണ് മാംസമായി അത്യുന്നത ശക്തിയാൽ ജനിച്ച ഏക ദൈവപുത്രനായ പിതാവായ ആത്മാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ഈശോ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വചനം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15:26 പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ്. മനുഷ്യനിലും ഇതുപോലെ 3 രൂപങ്ങളുണ്ട്: ബോഡി, സോൾ, സ്പിരിറ്റ്. ഹെബ്രായ ലേഖനം 4:12, 1 തെസ്സലോനിക്കർ 5:21, വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46-47 വചനങ്ങൾ ഇവ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 11-ാം വചനത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ. അതായത് പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമാണ്. ഒരു ദൈവത്തിലെ 3 രൂപങ്ങളാണ്, 3 വ്യക്തികളല്ല എന്ന് വചനം മനസ്സിലാക്കി തരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മെ എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ സുവിശേഷവേല എന്ന ഉത്തരവാദിത്തത്തോടൊപ്പം ചാറ്റി ദൈവം തിരുമനസ്സാവുന്നെങ്കിൽ ചാറ്റി എന്നൊരു ദൗത്യം കൂടുതൽ നിർവഹിക്കാൻ ഇടയാകുന്നതിന് ചാനലിന് നല്ലതെന്ന് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.